നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ടി.എസ്. ഏലിയറ്റിന്റെ വിഖ്യാത കവിതയായ വേസ്റ്റ് ലാൻഡിലെ ഏപ്രിൽ ഏറ്റവും ക്രൂരമായ മാസമാണ് എന്ന വരികൾ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അക്ഷരാർത്ഥത്തിൽ ശരിയായി മാറിയത് 60 വർഷം മുൻപായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ 1964 ഏപ്രിൽ 11 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഗതി തിരിച്ചുവിട്ട ദിനം. അന്ന് ഓരോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനും പുരോഗമനാശയക്കാരനും ഏറെ വേദനിച്ച ദിനമായിരുന്നു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതും വലതുമായി പിരിഞ്ഞിട്ട് ഇന്ന് 60 വർഷം. 1925 കാൺപൂരിൽ സ്ഥാപിച്ച ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകം 1939 കേരളത്തിലെ പിണറായിലെ പാറപ്രാർത്താണ് രൂപം കൊണ്ടത്. സമരങ്ങളും ബഹുജന പ്രക്ഷോഭങ്ങളും പാർട്ടി നിരോധനവും കയ്യൂർ പോലുള്ള സമരങ്ങളിലെ രക്തസാക്ഷിത്വവും പുന്നപ്ര വയലാർ പോലുള്ള സായുധ സമരങ്ങളും നടത്തി തീക്ഷ്ണമായ കാലത്തിലൂടെ കടന്നുപോയ പാർട്ടി 1957 തെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിൽ അധികാരത്തിലേറി ലോകശ്രദ്ധ പിടിച്ചുപറ്റി. ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ 16 സീറ്റ് നേടിയ പ്രധാന പ്രതിപക്ഷ കക്ഷിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. 1962 ഒക്ടോബറിൽ ചൈന ഇന്ത്യൻ അതിർത്തിയിൽ അധിനിവേശം നടത്തിയത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആകെ ആശയക്കുഴപ്പത്തിലാക്കി. എസ്.എ. ഡാക്കെ ചൈനീസ് ആക്രമണത്തെ അപലപിക്കുകയും പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ പാർട്ടിയിലെ ഇടതുചേരിക്കാർ ചൈന ചാരന്മാരായി മുദ്ര കൊത്തപ്പെട്ടു. 1962 ഒക്ടോബറിൽ ചൈന ഇന്ത്യൻ അതിർത്തിയിൽ അധിനിവേശം നടത്തിയത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആകെ ആശയക്കുഴപ്പത്തിലാക്കി. പാർട്ടിയിലെ പ്രമുഖൻ ഇസഡ് അഹമ്മദ് ചൈനീസ് ആക്രമണത്തെ പരസ്യമായി വിമർശിച്ചു. അഹമ്മദ് ബൂർഷ ദേശീയവാദിയാണെന്ന് ജ്യോതി ബസു വിമർശിച്ചതോടെ പാർട്ടിയിൽ നേരത്തെ ഉണ്ടായിരുന്ന വിഭാഗീയത മറനീക്കി പുറത്തുവന്നു. CPI ജനറൽ സെക്രട്ടറി അജയ് ഘോഷും ആക്രമണത്തെ പരസ്യമായി വിമർശിച്ചു. എസ്.എ. ഡാക്കെ, M.N. ഗോവിന്ദൻ നായർ, യോഗീന്ദ്ര ശർമ്മ എന്നിവരടങ്ങുന്ന ഭൂരിപക്ഷ പേർ ചൈനയെ എതിർത്തു. EMS മധ്യനയത്തിലായിരുന്നു. പിന്നീട് ഏറെ ചർച്ച ചെയ്യപ്പെട്ട നാം നമ്മുടേതെന്നും അവർ അവരുടേതെന്നും പറയുന്ന ഭൂപ്രദേശം എന്ന EMSന്റെ വാചകങ്ങൾ അപ്പോഴാണ് ആദ്യം കേട്ടത്. അക്കാലത്ത് തന്നെ ഡൽഹിയിൽ നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ EMSനോട് എസ്.എ. ഡാക്കെ പരസ്യമായി അധിനിവേശ പ്രദേശത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പരിഹാസധ്വനിയോടെ ചോദിച്ചതായി കമ്മ്യൂണിസ്റ്റ് ചിന്തകനും മാർക്സിയൻ ബുദ്ധിജീവിയുമായ മോഹിത് സൈൻ തൻ്റെ ആത്മകഥയായ എ ട്രാവലർ ആൻഡ് ദ റോഡ് ദ ജേർണി ഓഫ് ആൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതേക്കുറിച്ച് കേരളത്തിൽ നിന്നുള്ള അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാജ്യസഭ MP-യും മാതൃഭൂമി മുൻ എഡിറ്ററുമായ P. നാരായണൻ നായരുടെ ആത്മകഥയായ അരനൂറ്റാണ്ടിലൂടെ പറയുന്നതും ശ്രദ്ധേയമാണ്.